അമ്പലത്തിൽ പോയി തൊഴുതാ മനസ്സിന് നല്ല ധൈര്യം കിട്ടും. അതുമല്ല, നമ്മളിപ്പോ പോകുന്ന പുതിയോട്ടിൽ കുറുമ്പി ഭഗവതിക്ക് ഭയങ്കര ശക്തിയാണെന്നാ പറയുന്നത്. അവിടെ പോയിട്ട് വന്നാ നമുക്കെല്ലാവർക്കും നല്ല മാറ്റം വരും. ഡ്രൈവർ, ആ കാറിനെ ഫോളോ ചെയ്യും. അരുണും ഗംഗയും പുറപ്പെട്ടു കഴിഞ്ഞു. ഞാനവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നീ ഇവിടെ നിൽക്കായിരുന്നല്ലേ? ഇത് തന്നെയാണ് പറ്റിയ അവസരം. ഇവളെ എങ്ങനെയെങ്കിലും വശത്താക്കണം. ദേവസേനയെ കൊണ്ടുപോകാൻ ഇനിയും വൈകിച്ചുകൂടാ. ചാമുണ്ടി, നീ ഇവിടെ എന്ത് ചെയ്യുവാ? എടി ചാമുണ്ടി, ചേച്ചിയുടെ ഡ്രസ്സ് മാറ്റിയായിരുന്നോ നീ? ഇപ്പം മാറ്റാൻ ചേച്ചി. ആദ്യം പോയി അത് ചെയ്, ബാക്കി ജോലിയൊക്കെ പിന്നെ ചെയ്യാം. ഓ ജോലി ഏത് കറങ്ങി നടക്കുക. നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേടി. നിന്റെ കാര്യം ഞാൻ ഏറ്റു. ആ മഞ്ജുവല്ലേ എന്നെ കിളവിയുടെ മുറിയിലേക്ക് വിട്ടത്. ഈ അവസരം പാഴാക്കിക്കൂടാ. അവള് കരുതി ഞാൻ കിളവിയുടെ മുറിയിലാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ ആരും എന്നെ സംശയിക്കാൻ പോകുന്നില്ല. ആ കണ്ണഴകിയുടെ മുമ്പിലൂടെ തന്നെ നിന്നെ ഞാൻ കൊണ്ടുപോകൂടി പെണ്ണെ.
ദേവസേനെ, ദേവ, ദേവസേനെ, ഏയ്, നല്ല ഭംഗിയുണ്ട്. താങ്ക് യു കറുപ്പൻ സ്വാമി. അമ്മേ, അമ്മ ഈ ഫോട്ടോയ്ക്കുള്ളിൽ പോയ ശേഷം പുറത്തു വന്നിട്ടേ ഇല്ല. അമ്മ ഞാനിന്ന് അമ്മയ്ക്ക് സ്പെഷ്യൽ ആയിട്ടൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഇപ്പോ കണ്ണഴകി എന്ന് പറഞ്ഞൊരു അമ്മ വന്നിട്ടില്ലേ? ആ അമ്മ എനിക്ക് തലയിലൊരു റോസാപ്പൂ വച്ചു തന്നു. കറുപ്പൻ സ്വാമിയായിട്ടുള്ള ആ അമ്മയുടെ കയ്യിൽ നിന്ന് പൂ വാങ്ങുന്നത് ആ സ്വാമിയുടെ പ്രസാദം പോലെയാ. എനിക്ക് ഏത് സ്വാമിയുടെ പ്രസാദം കിട്ടിയാലും അത് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നാല് എനിക്ക് സമാധാനാവുള്ളൂ. ഈ പൂ അമ്മ എടുത്തോളൂ അമ്മ. അമ്മ വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിവിടെ വച്ചിട്ട് പോവാ. എനിക്ക് കറുപ്പൻ സ്വാമി തന്ന പ്രസാദം ഞാൻ അമ്മയ്ക്ക് തന്നിട്ട് പോവാ. ഞാൻ പോട്ടെ അമ്മേ. എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? നീ എനിക്ക് മാല ചാർത്താൻ പോവാണെന്നും പറഞ്ഞ് എന്റെ കുഞ്ഞിന്റെ മുൻപിൽ വെച്ച് തന്നെ അന്ന് നീ എന്നെ ബന്ധിച്ചില്ലേടി? എന്നാ ഇന്ന് എന്റെ കുഞ്ഞ് തന്നെ ഒരു പൂവിനുള്ളിൽ ബന്ധനസ്ഥയായി ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത നിന്നെ എന്റെ ഫോട്ടോയുടെ മുമ്പിൽ വച്ചിട്ട് പോയത് കണ്ടില്ലേ? ഒരുപാട് സന്തോഷിക്കണ്ട നീ. ഞാൻ നിന്റെ കുഞ്ഞിനെ കൊടുക്കാൻ വെച്ച കെണി ആ കണ്ണഴകി എന്റെ മേൽ തന്നെ പ്രയോഗിച്ച് എന്നെ ഇങ്ങനെ ആക്കി കളഞ്ഞതാ. എന്നും ഞാനിങ്ങനെ ഇതിനകത്ത് പെട്ടുകിടക്കുമെന്ന് നീ കരുതണ്ട. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് എനിക്കറിയാം. ഇപ്പൊ നിന്റെ സ്വരൂപം നഷ്ടപ്പെട്ടിരിക്കുമല്ലേ ചാമുണ്ടി? ഇനി നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആർക്ക് കഴിയും? എന്താ നീ കരുതിയേ? ഞാൻ നിന്നെപ്പോലെ ഒരു ആത്മാവൊന്നുമല്ല. ആരും സഹായത്തിന് വരാനില്ലാത്ത ഒരു അനാഥയുമല്ല ഞാൻ. എനിക്കെന്റെ പെരിയനാച്ചി തുണയുണ്ട്. എന്നെ രക്ഷിക്കാൻ എന്റെ പെരിയനാച്ചി വന്നിരിക്കും. നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞാലല്ലേ നിന്റെ ആ പെരിയനാച്ചി ഇങ്ങോട്ടേക്ക് വരും. ഒരു പെരിയനാച്ചിക്ക് നിന്നെ കണ്ടുപിടിക്കാനും പറ്റില്ല, അവർക്ക് നിന്നെ രക്ഷിക്കാനും പറ്റില്ല. എന്റെ പെരിയനാച്ചിയുടെ ലോകം തന്നെ ഞാനാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് കണ്ടു വെറുതെ ഇരിക്കില്ല എന്റെ പെരിയനാച്ചി. എന്നെ തേടി വന്നിരിക്കും. നിന്റെ കൺമുൻപിൽ വെച്ച് തന്നെ എന്നെ രക്ഷിച്ചു കൊണ്ടുപോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. നീ എന്റെ ഫോട്ടോയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് കരിഞ്ഞുണങ്ങി പോവത്തേയുള്ളടി. ഉണങ്ങി ഇല്ലാതാകുമോ അതോ രൂപം മാറി തിരിച്ചു വരുമോ എന്ന് നമുക്ക് കാണാം. കാണാടി നമുക്ക്. എന്റെ പെരിയനാച്ചി വരുവടി. ഇന്ന് അമാവാസിയാണ്. നന്ദിനി ശക്തി നാഗമായി വിശ്വരൂപമെടുക്കുന്ന ദിവസം. കഴിഞ്ഞ അമാവാസിയിലാണ് നന്ദിനി
കുമാരനോട് പ്രതികാരം ചെയ്തത്. ഈ അമാവാസി നാളിലും ആ ദുഷ്ടന്മാരിൽ ഏതെങ്കിലും ഒരുത്തനെ ഇല്ലാതാക്കുന്നതിൽ നിന്നും അവളെ തടയാൻ ആർക്കും കഴിയില്ല. ഇതുവരെയും നന്ദിനി എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ അമാവാസിയിലെ ഉച്ച നാഴികയിൽ നന്ദിനി എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞിട്ട് പുറത്തു വരും. ഇന്നേതെങ്കിലും ഒരു ദുഷ്ടനെ അവളുടെ കാൽ കീഴിലാക്കി കൊന്നു കൊല പിടിച്ചിട്ട് എന്റെ മുമ്പിൽ വന്നു നിൽക്കും. ഏയ് നന്ദിനി, ഇന്ന് നീ ആടാൻ പോകുന്ന മരണ നൃത്തത്തിന് ഞാൻ ഇപ്പോഴേ ഉടുക്കു കൊട്ടാൻ പോവുകയാണ്. സന്തോഷത്തോടെ ഇത് കേട്ടിട്ട് നിന്റെ പ്രതികാരം നിർവഹിച്ച് എന്റെ മുമ്പിൽ വാ. നിങ്ങൾക്ക് എന്തിനുള്ള പരിഹാര പൂജയാണ് ചെയ്യേണ്ടത്? അതൊന്നും ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല തിരുമേനി. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. കിഴക്കേനടയിലെ കുറുമ്പി ഭഗവതിയെ പറ്റി ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താണെന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾ അതുപോലെ ചെയ്തോളാം തിരുമേനി. ഓ, അപ്പൊ പരിഹാര പൂജയ്ക്ക് വന്നാണല്ലേ? അതെ. ഈ അമ്പലത്തിലെ വിശേഷ പൂജ അമാവാസി രാത്രി 12 മണിക്ക് നടക്കുന്ന സർപ്പദോഷ പരിഹാര പൂജയാണ്. ഇന്ന് അമാവാസിയാണ്. നിങ്ങൾ ആ പൂജയിൽ പങ്കെടുത്താൽ നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും. നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹമുണ്ട്. ദേവി കൂടി വിചാരിച്ചാൽ മാത്രമേ ഈ സമയത്ത് ഇങ്ങനെ അമ്പലത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. ഇന്നിവിടെ നടക്കുന്നത് ഒരു സാധാരണ പൂജയല്ല, സർപ്പശാന്തിക്ക് വേണ്ടി നടക്കുന്ന വിശേഷ പൂജയാ. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സർപ്പദോഷം ഉണ്ടെങ്കിൽ ഈ അമ്പല പരിസരത്ത് നിന്ന് മണ്ണെടുത്തിട്ട് നാഗരൂപം ഉണ്ടാക്കി അതിനെ പൂജയ്ക്ക് വച്ച ശേഷം ഈ ക്ഷേത്രകുളത്തിൽ അതിനെ അലിയിച്ചു കളഞ്ഞാൽ അത് അലിയും തോറും നിങ്ങളുടെ കുടുംബത്തിനെ ബാധിച്ചിട്ടുള്ള നാഗദോഷം ഇല്ലാതായി തീരും. നിങ്ങളുടെ ജീവിതവും മാറും. ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് തിരുമേനി. ഇപ്പൊ നിങ്ങള് അകത്തോട്ട് പോയി അമ്മയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. രണ്ടുപേരുടെയും പേരിൽ ഓരോ പുഷ്പാഞ്ജലി നിങ്ങൾ കഴിപ്പിച്ചോളൂ. ഓ ശരി സ്വാമി. ശരി തിരുമേനി. നമ്മുടെ കുടുംബത്തിന് നാഗദോഷം ഉണ്ടെന്ന് പറഞ്ഞ് പരിഹാരത്തിനായി വാഴത്തോപ്പ് നാഗന്നൂർ അമ്പലത്തിൽ പോയിട്ടുള്ളതാ. പക്ഷെ അന്ന് അതിനുള്ള പരിഹാരം ചെയ്യാൻ കഴിഞ്ഞില്ല. അത് മനസ്സിൽ ഇപ്പോഴും ഒരു കടമായിട്ട് അവശേഷിക്കുക. നമുക്ക് ഇവിടെ സംഭവിക്കുന്ന ആപത്തിനെല്ലാം കാരണം ഒരുപക്ഷെ അതുകൊണ്ടുകൂടി ആയിരിക്കാം അല്ലേ? നമുക്കെന്തായാലും ആ സ്വാമി പറഞ്ഞ പരിഹാര പൂജ ചെയ്താലോ? എന്റെ പ്രാർത്ഥന ഭഗവതി കേട്ടു. നമ്മൾ ഇതിനു വേണ്ടിയാ വന്നതെന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, പറയാതിരുന്നതിന് ദേഷ്യം പിടിച്ചാലോ? വന്ന കാര്യം നടക്കാതെ പോയാലോ? വേണ്ട, പറയാതിരിക്കുന്നതാ നല്ലത്. നീ എന്തൊന്നും മിണ്ടാത്ത? നിനക്ക് ഈ പൂജയ്ക്ക് ഇഷ്ടമില്ലാന്നുണ്ടോ? എന്തൊരു ചോദ്യം ഇത്! പൂജയുടെ കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ലാതിരിക്കോ? എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇത്. എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? ശരി, നീ ഇവിടെ നിൽക്ക്. ഞാൻ പോയി പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരാം. ശരി. ചേട്ടാ, അർച്ചനയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണം. അതെ തരാം. ജാനകിയുടെ അതേ രൂപത്തിലെ ആ പെണ്ണ് ഇവളെന്താ ഇവരുടെ കൂടെ? ഇവളെ ഈ അവസ്ഥയിൽ കാണുമ്പോ മനസ്സ് വല്ലാതെ പിടയ്യ. പാവം, ഇവൾക്കെന്തോ മാനസിക പ്രശ്നമെന്നല്ലേ അവർ പറഞ്ഞത്. ഇതൊരു പക്ഷേ ആ തമ്പി പറഞ്ഞ ആളായിരിക്കോ? എവിടെ പോവുഞ്ഞേ? അമ്മ, അമ്മച്ചേ, അമ്മേ, ചേച്ചിയെ, അമ്മ, എന്തെങ്കിലും തരണേ, അമ്മച്ചേ, 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 അമ്മച്ചി വെള്ളം തരണേ, അമ്മച്ചേ, രണ്ട് ദിവസമായി അമ്മച്ചേ ഭക്ഷണം കഴിച്ചിട്ട്, ചേച്ചി, എന്തെങ്കിലും തരണേ. അമ്മേ, ഇവിടെ ഇപ്പൊ ഇരുന്നില്ല ഒരു പെൺകുട്ടി. അവൾ എങ്ങോട്ടാ പോയെ? നീ എന്തിനാ അതൊക്കെ അറിയുന്നേ? അല്ല, ഇപ്പൊ ഞാൻ അവളെ കണ്ടതേ ഉള്ളൂ. ഇവിടെ അടുത്തൊന്നും ഇപ്പൊ കാണുന്നില്ല. അവളോടൊന്ന് സംസാരിക്കണം. ആ പെണ്ണെ നിനക്ക് നേരത്തെ അറിയാവുന്നതാണോ? എനിക്കെങ്ങനെ അറിയൊന്നുമില്ല. എന്നാ
അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ എന്താ നിനക്കത്ര സംസാരിക്കാനുള്ളത്? അതല്ല മാം, ആ പെൺകുട്ടിക്ക് സഹായം എന്തെങ്കിലും. സഹായിക്കാനാന്നും പറഞ്ഞ അടുത്തൂടെ എന്താ ഉദ്ദേശം? അയ്യോ, അങ്ങനെയൊന്നുമല്ല. അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. കാണാൻ ഇത്ര വർക്കത്തുള്ള പെമ്പിള്ളേരെ കാണുമ്പോ നിനക്കൊക്കെ എന്താണ് എത്ര വലിയ അളക്കം? ആരായിരിക്കും അയാള്? കണ്ടിട്ടൊരു മാനിനെ പോലെ ഉണ്ടല്ലോ. ഇയാൾ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നേ? എന്താന്ന് വെച്ചാ കാര്യം പറ. അമ്മേ, കാര്യം അതല്ല. എന്തിനാ അന്വേഷിക്കുന്നെന്ന് വെച്ചാ അതെ, ഒന്ന് വേഗം വന്നേ. ആ എന്താ ഇത്? അർച്ചന തട്ട് വാങ്ങിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്? അല്ല, അമ്മയെ കണ്ടിട്ട് എനിക്ക് പാവം തോന്നി, അതാ കാശ് കൊടുക്കാൻ പോയെ. ചേട്ടാ, ഒരു മസാല കപ്പലിന്റെ എടുക്ക. ശരി, കൊടുത്തില്ലേ? അർച്ചന തട്ടിന്റെ കൂടെ അരളിപ്പൂവും വാങ്ങിക്കണോ അത്രേ. വാ, ഇനിയും വൈകിച്ചൂടാ, വന്നേ. എന്തിനായിരിക്കും അയാൾ എന്നെ പറ്റി അന്വേഷിച്ചത്? ശരി, കൊടുത്തില്ലേ? അർച്ചന തട്ടിന്റെ കൂടെ അരളിപ്പൂവും വാങ്ങിക്കണോ അത്രേ. വാ, ഇനിയും വൈകിച്ചൂടാ, വന്നേ. എന്തിനായിരിക്കും അയാൾ എന്നെ പറ്റി അന്വേഷിച്ചത്? നാഗദേവി നമസ്തുഭ്യം. കുറുമ്പി ഭഗവതി രക്ഷിക്കണേ അമ്മേ. അനന്തം വാസുകീ ശേഷം പത്മനാഭം ചകമ്പലം ശംഖവാദം ധൃതരാഷ്ട്രം ച തക്ഷകം കാല്യം തഥാ ഏതാനി നവനാദാനി നാഗാനാം ച മഹാത്മനഃ സായങ്കാലേ പഠേ നിത്യം പ്രാതകാലേ വിശേഷതഃ സർവത്ര വിജയീ ഭവേ. ഓം നാഗദേവി നമസ്തുഭ്യം. എല്ലാവരും പൂ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചിട്ട് വിളക്കിലേക്ക് സമർപ്പിച്ചോളുക. ദേവി പരാശക്തി രക്ഷിക്കണമേ. നാരായണ അമ്മേ, 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 ലക്ഷ്മി നാരായണ പാത്രേ ദേവി, ലക്ഷ്മി നാരായണ അമ്മേ, മാതാ ജഗജ്ജനനി ലോകമാതാ ജഗദ്ദർശിനി. അനന്തം വാസുകീ ശേഷം പത്മനാഭം ചകമ്പലം ശംഖവാദം ധൃതരാഷ്ട്രം ച തക്ഷകം കാല്യം തഥാ ഏതാനി നവനാദാനി അമ്മേ, കുറുമ്പി ഭഗവതി, എന്റെ കുടുംബത്തിലുള്ളവരുടെ നാഗദോഷം മാറ്റാനുള്ള ഈ പരിഹാര പൂജ ഒരു തടസ്സവും കൂടാതെ നീ നടത്തി തരണേ അമ്മേ. അമ്മേ, കുറുമ്പി ഭഗവതി, എന്റെ കുടുംബത്തിലുള്ളവരുടെ നാഗദോഷം മാറ്റാനുള്ള ഈ പരിഹാര പൂജ ഒരു തടസ്സവും കൂടാതെ നീ നടത്തി തരണേ അമ്മേ.
നന്ദിനി, അമാവാസിയുടെ ഉച്ചനാഴിക തുടങ്ങാൻ പോകുന്നു. നീ വിശ്വരൂപം എടുക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ വേട്ട തുടങ്ങിക്കോളൂ നന്ദിനി, തുടങ്ങിക്കോളൂ.